അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റജബ് ആഗതമായിരിക്കും. നമുക്ക് ഒരു വീണ്ടും വിചാരത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് റജബ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നഷ്ടപ്പെട്ടു പോയ ജീവിത പ്രതാപങ്ങളെ തിരിച്ചു പിടിക്കുവാൻ, വിശുദ്ധമായ വിളനിലം പരുവപ്പെടുത്തിയെടുക്കുവാനുമുള്ള വിളംബരമാണ് റജബ് നമുക്ക് നൽകുന്നത്. ഒരുപാട് മഹത്വത്തിൻ്റെ വിളിയാളമായിട്ടാണ് റജബ് നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ റജബുൻ ഷഹ്റുല്ലാഹി വ ശഅബാൻ ഷഹ്രി വ റമളാൻ ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിലേക്ക് റജബിനെ ചേർത്തി പറഞ്ഞത് തന്നെ അതിൻ്റെ പവിത്രതയുടെ വിശാലതയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയ 4 പവിത്രമായ മാസങ്ങളെ പരിചയപ്പെടുത്തി. ആ 4 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് റജബാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും അതുപോലെ റജബും. ആ റജബിൽ നിങ്ങൾ തെറ്റുകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ തെറ്റുകൾക്ക് പരിഗണിക്കേണ്ടതില്ല എന്നല്ല. പവിത്രമായ മാസത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ അതിൻ്റെ ഗൗരവം വലുതാണ് എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന ആരാധനകൾക്ക്, ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠത വർദ്ധിച്ചു കിട്ടുന്ന നന്മകളുടെ ഒരു വിളനിലമാണ് റജബ് എന്ന് പറയുന്നത്. റജബ് പാപമോചനത്തിൻ്റെയും തൗബയുടെയും മാസമാണ്. മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാം. റജബ് അതിൽ ഇസ്തിഗ്ഫാർ പാപമോചനത്തിനുള്ളതാണ്. അതുപോലെ തന്നെ ശഅബാൻ അത് കുറവുകളെ, പോരായ്മകളെ നമുക്ക് മായ്ച്ചു കളയാനുള്ളതാണ്. അതുപോലെ റമളാൻ അതിൽ തൻവീറുൽ ഖുലൂബ് ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചെടുക്കുവാനുള്ളതാണ്. അപ്പോൾ ഈ റജബ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പടിവാതിലിലാണുള്ളത്, ഒരു പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. അത് നമുക്ക് വരാനിരിക്കുന്ന ശഅബാൻ വിശുദ്ധമായ റമളാനിനും ഇനി ഇറങ്ങുവാനുള്ള, പാകപ്പെടാനുള്ള, ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഒരുങ്ങുവാനുള്ള വിളംബരമായി നമ്മൾ എത്തി നിൽക്കുന്നത് വിശുദ്ധമായ ദിനങ്ങളിലേക്ക് കടക്കുവാനുള്ള പടിവാതിലാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമായ ഈ റജബിന്റെ പകലുകളിലും രാത്രികളിലും പ്രത്യേകമായി ഇബാദത്തുകളെന്ന് ചെയ്യുന്ന ഇബാദത്തുകൾ റജബുകളിൽ വർദ്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുകയും ആ ശ്രേഷ്ഠമായ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ രാവും പകലും നമുക്ക് അനുകൂലമായ ഒരു വിശുദ്ധമായ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യുക എന്നതാണ് നമുക്ക് റജബ് നൽകുന്ന ഏറ്റവും വലിയ പാഠവും സന്ദേശവും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.